ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ദിവസത്തെ വീഡിയോ അല്ലാതെ ഇത് കുറച്ചധികം ദിവസത്തെ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോണ എല്ലാ ചെക്കപ്പ്സും കാര്യങ്ങളുടെയൊക്കെ വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ചെക്കപ്പിന് വേണ്ടിയിട്ട് രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 8 മാസം വരെയൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ഡോക്ടർ ആദ്യമായിട്ട് കൊണ്ടുപോയി കാണിച്ച സമയത്ത് എനിക്കിങ്ങനെ മെഡിസിൻ അലർജി ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഡ്രഗ് അലർജിയുടെ ടെസ്റ്റൊക്കെ ചെയ്തത്. അത് ഇവിടുത്തെ ഗൈനക്ക് പറഞ്ഞിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടെസ്റ്റ് എല്ലാം ചെയ്തതിൽ എനിക്ക് മെഡിസിൻസിനോട് അലർജീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 7 മന്തൊക്കെ കഴിയുമ്പോൾ അനസ്തേഷ്യയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അനസ്തേഷ്യ ഡോക്ടറെ കണ്ട് ഫിറ്റ്നസ് എല്ലാം റെഡിയാക്കി വെക്കണം. എങ്ങാനും ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ നമുക്ക് സെക്ഷനിലോട്ട് പോകുമ്പോൾ അനസ്തേഷ്യയുടെ ഫിറ്റ്നസ്സും കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 മന്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെ നേരെ അനസ്തേഷ്യ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അലർജി ഉണ്ട് മെഡിസിൻസിന്, പക്ഷേ അതിന് പകരം നമുക്ക് വെക്കാനായിട്ട് ഇവിടെ മെഡിസിൻസ് ഉണ്ട്, ഓക്കെയാണ്, വേറെ ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും സെക്ഷനിലോട്ട് പോയാൽ, അല്ല നോർമലാണെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ, ഇല്ലെങ്കിൽ മാത്രം സെക്ഷൻ നോക്കിയാൽ മതി. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അല്ലെങ്കിൽ എമർജൻസി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാത്രം നമുക്ക് സെക്ഷൻ്റെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് അനസ്തേഷ്യ നമ്മളോട് പറഞ്ഞ് ഫിറ്റ്നസ് എടുക്കാനായിട്ട് പൾമനോളജീനെയും കാർഡിയോളജീനെയും കണ്ട് PFTയും എക്കോയും ECG ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാണ്, നോർമലാണ്, ഒരു കുഴപ്പവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക്. അപ്പോൾ എല്ലാത്തിൻ്റെ ഫിറ്റ്നസ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ റിസൾട്ടുമായിട്ട് നമ്മൾ അനസ്തേഷ്യനെ കാണിച്ച് അനസ്തേഷ്യ ഡോക്ടറും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാമായിട്ട് നമ്മൾ ഗൈനക്കിനെ കണ്ടപ്പോഴാണ് ഗൈനക്ക് പറയുന്നത് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് വിടും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും അങ്ങനെ വന്നാലല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഒരുപാട് ട്രയൽ നോർമലിന് വേണ്ടി നമുക്ക് തരാൻ പറ്റില്ല, മെഡിസിൻസ് അലർജി ഉള്ളതുകൊണ്ട്. പിന്നെ നൈറ്റ് ആകുമ്പോൾ അനസ്തേഷ്യ ഫെസിലിറ്റീസ് കുറവായിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കളമശ്ശേരി പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കളമശ്ശേരിയിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് റെഫർ ചെയ്താണല്ലോ. അപ്പം നമ്മളിവിടുന്ന് ഒരു ദിവസം ഇതേപോലെ രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ലോങ് ഉണ്ട് നമുക്ക്. അപ്പോഴത്തേക്കും എനിക്ക് 8.5 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കളമശ്ശേരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 6:45 കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7:30 ഡയറക്റ്റ് ബസ്സിനാണ് നമ്മൾ പോയത്. എനിക്കാണെങ്കിൽ കാറൊന്നും പറ്റത്തുണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 9 മണി 9:15 കൂടി നമ്മൾ കളമശ്ശേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കളമശ്ശേരിയിലെത്തി ഡോക്ടറെയൊക്കെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും അവരും പറഞ്ഞത് ഹൈ റിസ്ക് കേസാണ്, മെഡിസിൻ അലർജി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ല. കാർഡിയോളജി 24 hours അവൈലബിൾ അല്ല, അതേപോലെ തന്നെ 24 hours ICU ഫെസിലിറ്റിയും കളമശ്ശേരിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇതൊന്നും നോർമലാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല, ഇൻ കേസ് എന്തെങ്കിലും സെക്ഷൻ വന്നാൽ ബുദ്ധിമുട്ടാകും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ നമ്മുടെ റിസ്കിൽ നമ്മൾ ഓക്കെ പറഞ്ഞാൽ അവർ എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് വീട്ടിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാവർക്കും ഒരു ടെൻഷനായി, ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവരവിടെ നിന്ന് നമ്മളോട് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോവാണ് കേട്ടോ. ഇതേപോലെ തന്നെ രാവിലെ ഒരു 6:45 ആയപ്പോൾ ഇറങ്ങി. നമ്മൾ അന്ന് കാറിനാണ് കേട്ടോ പോയത്. നമുക്ക് പോകാനായിട്ട് ബസ് പോയാലും 3 ബസ് കയറണം, ബുദ്ധിമുട്ടാണ്, വഴിയൊന്നും കറക്റ്റ് അറിയില്ല, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കാറിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 6:45 ഇറങ്ങിയിട്ട് ഒരു 8:15 ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കയറി കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അവർ എടുത്തോളാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല,
വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഡ്രഗ് അലർജി ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ബാക്കിയുള്ള ഹോസ്പിറ്റൽ പോലെ അല്ല കേട്ടോ. ഓരോ സെക്ഷനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോരോ ബിൽഡിങ്ങാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഗൈനക്കിൻ്റെ മാത്രം ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ നമുക്ക് ഗൈനക്കിനുള്ള ഒ പി ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്താൽ മതി കേട്ടോ. വേറെ കോമൺ ഒ പിയോ അങ്ങനെ ഒന്നുമല്ല. അങ്ങനെ ഡോക്ടറെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ ചെയ്യാം. അതും നോർമലിന് മാക്സിമം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സി സെക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വെക്കുള്ളൂ. ലാസ്റ്റ് എന്തെങ്കിലും നോർമൽ ആവാതെ വന്നാൽ മാത്രമേ സി സെക്ഷൻ വെക്കുള്ളൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമുക്കൊരു ആശ്വാസമായത്. പിന്നെ ഇനിയിപ്പോൾ കുറച്ചധികം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ 9th മന്തിലെ സ്കാൻ തന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് ഒ പിയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെക്കപ്പിന് വേണ്ടിയിട്ട്. 1 വീക്കും കൂടെ കഴിയുമ്പോൾ എനിക്ക് 9th മന്ത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ചെയ്യാനുള്ള ടെസ്റ്റും സ്കാനും ചെയ്തിട്ട് വരാനാണ് കേട്ടോ പറഞ്ഞത്. ഇത്രയും ദിവസം നമ്മൾ മറ്റ് 2 ഹോസ്പിറ്റലിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു കേട്ടോ, ഇനി എന്താ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്ന് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഓക്കെയാണ്, നമുക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ടോ. പിന്നെ കുറച്ച് ലോങ് ആണെന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ 9th മന്തിലെ സ്കാനിങ് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ അഡ്മിറ്റ് ഡേറ്റൊക്കെ പറയുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്നു കേട്ടോ. എല്ലാം ഓക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.